വെൽക്കം ബാക്ക് ടു ഡ്രൈവിലെറ്റ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു ജർമ്മൻ സെഡാനാണ്, വോക്സ്വാഗൻ വെൻഡോ. 2020 മോഡൽ വെൻഡോ എത്തിയിരിക്കുന്നത് BS6 നോംസ് ഫോളോ ചെയ്യുന്ന ഒരു എഞ്ചിനുമായിട്ടാണ്. 1 ലിറ്റർ TSI എഞ്ചിനിലാണ് ഇപ്പോൾ വെൻഡോ അവൈലബിളായി വരുന്നത്. ഞാനിപ്പം റിവ്യൂ ചെയ്യുന്ന ഈ ഒരു വാഹനം ഹൈലൈൻ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്, TSI ഹൈലൈൻ പ്ലസ്. പ്രധാനമായ ചേഞ്ച് വന്നിരിക്കുന്നത് എഞ്ചിനിലാണ്. പുതിയ വെൻഡോയുടെ ഇപ്പോൾ നിലവിൽ ഒരു 1 ലിറ്റർ എഞ്ചിനിലാണ് വെൻഡോ ലഭ്യമാകുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. വെൻഡോയുടെ പ്രധാന കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത് സുസുക്കി സിയാസ്, ഹോണ്ട സിറ്റി, സ്കോഡ റാപ്പിഡ്, ടൊയോട്ട യാരിസ്, നിസാൻ സണ്ണി എന്നീ വാഹനങ്ങളാണ്. 2020 മോഡൽ വെൻഡോയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് പുതിയതായി വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. LED ഹെഡ് ലാംപ്സ് ആണ് വെൻഡോയിൽ വന്നിരിക്കുന്നത്. ഡേ ടൈം റണ്ണിങ് ലാംപ്സും കൊടുത്തിരിക്കുന്നു. അതുകൂടാതെ ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നതും ഈ ഒരു സെയിം യൂണിറ്റിൽ തന്നെയാണ്. ഓട്ടോ ലെവലിംഗ് ഫംഗ്ഷനും ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പ്രത്യേകതയാണ്. താഴേക്ക് വരുമ്പം ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കും. ഇതൊരു ഹാലജൻ ഫോഗ് ലാമ്പാണ്. കോർണറിംഗ് ലൈറ്റും ഈ ഒരു സെയിം യൂണിറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ബമ്പറിൻ്റെ ഏറ്റവും താഴെ തന്നെ എയർ വെൻസ് കൊടുത്തിരിക്കുന്നു. ഹണികോം പാറ്റേൺ എയർ വെൻസ് ആണിത്. GTI ഇൻസ്പയർഡ് ബമ്പേഴ്സ് തന്നെയാണ് വെൻഡോയിലും വരുന്നത്. റേഡിയേറ്റർ ഗ്രില്ല് വന്നിരിക്കുന്നതും ഹണികോം പാറ്റേണിൽ തന്നെയാണ്. സെൻട്രലായി വോക്സ്വാഗൻ ലോഗോയും കൊടുത്തിരിക്കുന്നു, VW ലോഗോ. പിന്നെ ഒരു ക്രോം ബെൽറ്റ് ഡിസൈനും ഈ ഒരു ഗ്രില്ലിൽ തന്നെ കൊടുത്തിരിക്കുന്നു. വെൻഡോയുടെ ബോണറ്റ് നോക്കുകയാണെങ്കിൽ വളരെ മസിൽ ലുക്കുള്ളൊരു ബോണറ്റ് തന്നെയാണിത്. ക്യാരക്ടർ ലൈൻസും ബോണറ്റിൽ കൊടുത്തിരിക്കുന്നു. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ബോണറ്റ് തന്നെയാണിത്. ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണ് വെൻഡോയിൽ വന്നിരിക്കുന്നത്. ഹിഡൻ വൈപ്പേഴ്സ് ആണ്. ഫ്രണ്ട് ക്യാബിനിൽ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈപ്പർ കാണാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് വെൻഡോയുടെ സൈഡ് പ്രൊഫൈൽ ഒന്ന് നോക്കാം. വെൻഡോയുടെ ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് 4390 mm ആണ്. ടോട്ടൽ വിഡ്ത്ത് വന്നിരിക്കുന്നത് 1699 mm. ടോട്ടൽ ഹൈറ്റ് വന്നിരിക്കുന്നത് 1467 mm ആണ്. 163 mm ഗ്രൗണ്ട് ക്ലിയറൻസും വെൻഡോ നൽകുന്നു. ബോഡി കളേർഡ് സൈഡ് വ്യൂ മിറേഴ്സ് ആണ് വെൻഡോയിൽ നൽകിയിരിക്കുന്നത്. LED ഇൻഡിക്കേറ്റേഴ്സും സൈഡ് വ്യൂ മിറേഴ്സിലായി കൊടുത്തിരിക്കുന്നു. വളരെ സ്ലീക്ക് ഡിസൈനിലുള്ളൊരു LED ഇൻഡിക്കേറ്ററാണിത്. ഇനി നമുക്കിതിൻ്റെ ടയർ സൈസ് ഒന്ന് നോക്കാം. 16 ഇഞ്ച് 10 സ്പോക്ക് അലോയ് വീൽസ് ആണ് വെൻഡോയിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഡിസ്ക് ബ്രേക്ക് ആണ്. ബാക്കിൽ വന്നിരിക്കുന്നത് ഡ്രം ബ്രേക്സ് ആണ്. ഇതിൻ്റെ സസ്പെൻഷൻ വന്നിരിക്കുന്നത് മാക്ബേഴ്സൺ സ്റ്റഡ് വിത്ത് സ്റ്റെബിലൈസർ ബാർ ആണ്. റണ്ണിങ് ബോർഡിലായി ബോഡി സ്കേർട്ടിങ്ങും കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് കളേർഡ് ബോഡി സ്കേർട്ടിംഗ് ആണിത്. ഇതൊരു ഫൈബർ ബോഡി സ്കേർട്ടിംഗ് ആണ്. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്ക് തരുന്നുണ്ട് ഈ ഒരു ബോഡി സ്കേർട്ടിങ്സ്. ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസ് ആണ് വെൻഡോയിൽ വരുന്നത്. ഒരു ക്രോം ഫിനിഷും ഡോർ ഹാൻഡിൽസിലായി കൊടുത്തിരിക്കുന്നു. കീലെസ് എൻട്രി ഒന്നും ഡോർ ഹാൻഡിൽസിൽ കൊടുത്തിട്ടില്ല. ഹീറ്റ് ഇൻസുലേറ്റഡ് ഗ്ലാസസ് ആണ് വെൻഡോയിൽ വന്നിരിക്കുന്നത്. അതുകൂടാതെ ബി പില്ലർ വന്നിരിക്കുന്നത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. വെൻഡോയുടെ ഫ്യൂൽ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 55 ലിറ്റർ ആണ് വെൻഡോയിൽ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. 17.69 km/ലിറ്റർ മൈലേജും വെൻഡോ നൽകുന്നു. ഇനി നമുക്ക് വെൻഡോയുടെ റിയർ പ്രൊഫൈൽ ഒന്ന് നോക്കാം. ഒരു മിഡ് സൈസ്ഡ് സെഡാന് പറ്റിയ റിയർ പ്രൊഫൈൽ തന്നെയാണ് വെൻഡോയിൽ വരുന്നത്. നല്ല ഒരു അട്രാക്റ്റീവ് ലുക്ക് തന്നെയാണ് വോക്സ്വാഗൻ വെൻഡോയുടെ റിയർ പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. LED ടെയിൽ ലാംപ്സ് ആണ് വെൻഡോയിൽ വരുന്നത്. 3D എഫക്റ്റോട് കൂടിയ ടെയിൽ ലാംപ്സ് ആണ്. ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നതും ഈ ഒരു സെയിം യൂണിറ്റിൽ തന്നെയാണ്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു സൈഡ് ബോഡി സ്കേർട്ടിങ്സും കാണാൻ സാധിക്കും. അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ബാക്ക് ബമ്പറിലും വന്നിരിക്കുന്നത്. ബാക്ക് ബമ്പറിലേക്ക് വരുമ്പം ഒരു ഹണികോം ഡിസൈനും ആ ഒരു ബോഡി സ്കേർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിലായി എക്സോസ്റ്റ് പൈപ്പ് പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ബാക്കിലെ സസ്പെൻഷൻ വരുന്നത് സെമി ഇൻഡിപെൻഡൻറ്റ് ട്രെയിലിംഗ് ആം ആണ്.
4 പാർക്കിംഗ് സെൻസേഴ്സും ബാക്ക് ബമ്പറിലായി കൊടുത്തിരിക്കുന്നു. ഡിക്കി ഡോറിലായി ഒരു ക്രോം ബെൽറ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നു. നല്ല ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട് ഈ ഒരു ക്രോം ബെൽറ്റ് ഡിസൈൻ. സെൻട്രലായി വോക്സ് വാഗൺ ലോഗോയും കൊടുത്തിരിക്കുന്നു. വെൻഡോ ബാഡ്ജിങ്ങും കൊടുത്തിരിക്കുന്നു. ഡിക്കി ഡോറിൽ തന്നെ TSI ബാഡ്ജിങ്ങും നൽകിയിരിക്കുന്നു. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു റിയർ വിൻഷീൽഡ് തന്നെയാണ് വെൻഡോയിൽ വരുന്നത്. ഡിഫോഗറും റിയർ വിൻഷീൽഡിൽ നൽകിയിരിക്കുന്നു. നോർമൽ ആൻറ്റിനയാണ് വെൻഡോയിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വെൻഡോയുടെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 494 ലിറ്ററാണ് വെൻഡോയിൽ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് കപ്പാസിറ്റി തന്നെയാണത്. ലഗേജ് റൂമിലായി തന്നെ ഒരു ലാമ്പ് നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെയർ വീൽ ഒന്ന് നോക്കാം. 14 ഇഞ്ചാണ് വെൻഡോയുടെ സ്പെയർ വീൽ സൈസ് വരുന്നത്. ടൂൾ ബോക്സും ഇവിടെ തന്നെ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് എയ്ഡ് കിറ്റും ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിക്കി ഡോറിലായി തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ കാണാൻ സാധിക്കും. വെൻഡോയ്ക്ക് ഒരു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ അവൈലബിൾ ആണ്. അതുകൂടാതെ ലൈറ്റ്സും ഈ ഒരു ഡിക്കി ഡോറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് പാസഞ്ചർ സൈഡ് ക്യാബിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡോർസിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ബ്ലാക്ക് ആൻഡ് ബീജ് തന്നെയാണ്. ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇൻറ്റീരിയേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത്. മെറ്റൽ ഫിനിഷ്ഡ് ഡോർ ഓപ്പണേഴ്സ് ആണ് വെൻഡോയിൽ നൽകിയിരിക്കുന്നത്. പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് കാണാൻ സാധിക്കും. പിന്നെ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ആംബ്രസ്റ്റ്, താഴെയായി ഒരു മാഗസിൻ ഹോൾഡേഴ്സും നൽകിയിരിക്കുന്നു. പിന്നെ ഡോർ സ്പീക്കേഴ്സും കൊടുത്തിരിക്കുന്നു. വളരെ പ്രീമിയം ഫീൽ ലഭിക്കുന്ന ഒരു പാസഞ്ചർ ക്യാബിൻ തന്നെയാണ് വെൻഡോയിൽ വരുന്നത്. ബീച്ച് കളേർഡ് സീറ്റ്സ് ആണ് വെൻഡോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലെതർ സീറ്റ്സ് ആണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. പിന്നെ സെൻട്രലായി നമുക്കൊരു ആംബ്രസ്റ്റും കാണാൻ സാധിക്കും. വളരെ എളുപ്പം തന്നെ നമുക്ക് പാസഞ്ചർ ക്യാബിനിലോട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഒരു ലെഗ് സ്പേസ് തരുന്നുണ്ട് വെൻഡോ. ബാക്കിലായി AC വെൻസും അവൈലബിൾ ആണ്. ക്രോം ഫിനിഷ്ഡ് AC വെൻസ്. ഒരു ബോട്ടിൽ ഹോൾഡർ നൽകിയിരിക്കുന്നു. അതിലും താഴെയായി 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് നൽകിയിരിക്കുന്നു. സെൻട്രൽ ടണൽ ഉള്ളതുകൊണ്ട് തന്നെ നടുക്കിരിക്കുന്ന ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇരിക്കാൻ. സീറ്റ്സിലായി ചെറിയൊരു സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അത്യാവശ്യം നമുക്ക് മാഗസിനൊക്കെ ഇവിടെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. റൂഫിലായി ഡോർ ഹാൻഡിൽസ് അവൈലബിൾ ആണ്. 3 ഡോർ ഹാൻഡിൽസ് റൂഫിൽ അവൈലബിൾ ആണ്. ഏറ്റവും ടോപ്പിലായി തന്നെ നമുക്ക് റീഡിംഗ് ലാംപ്സ് കാണാൻ സാധിക്കും. ഇതാണ് വെൻഡോയുടെ ഫ്രണ്ട് ക്യാബിൻ ലുക്ക്. വളരെ സ്പോർട്ടി ഡിസൈനിൽ തന്നെയാണ് ഫ്രണ്ട് ക്യാബിൻ വരുന്നത്. ബ്ലാക്ക് ആൻഡ് ബീജ് തന്നെയാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ്. അതുകൂടാതെ ക്രോം ഇൻസേർട്ടുകളും കൊടുത്തിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാബിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബ്ലാക്ക് ആൻഡ് ബീച്ച് തന്നെയാണ് ഫ്രണ്ട് ഡോർസിലും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ കൺട്രോളാണിത്. ഡോർ അൺലോക്ക് ബട്ടൺസ്, 4 ഡോർ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ്, ഡോർ ഓപ്പണർ. ഇത് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ്. ബോട്ടിൽ ഹോൾഡേഴ്സും നൽകിയിരിക്കുന്നു. ഏറ്റവും താഴെ തന്നെ നമുക്ക് ഡോർ സ്പീക്കേഴ്സും കാണാൻ സാധിക്കും. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. മാനുവലി നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പെഡൽസ് ആണിത്. ക്ലച്ച്,
ബ്രേക്ക് ആക്സിലേറ്റർ പെഡൽ, പിന്നെ ഒരു ഇലുമിനേഷൻ ലൈറ്റ് നൽകിയിരിക്കുന്നു ക്യാബിനിലായി. ബീജ് കളർ സീറ്റ്സ് ആണ് വെൻഡോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലെതർ അപ്പോൾസ്റ്ററി സീറ്റ്സ് ആണ്. അതുകൂടാതെ സീറ്റിൻ്റെ സൈഡിലായി എയർ ബാഗ്സും അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ ഡ്യുവൽ എയർ ബാഗും അവൈലബിളായി വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് AC വെൻറ്റ്, ക്രോം ഇൻസേർട്ടുകളോട് കൂടിയ AC വെൻറ്റ്സ് ആണ്. സ്പീഡ് അഡ്ജസ്റ്റബിൾ AC വെൻറ്റ്സ്. താഴേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ കാണാൻ സാധിക്കും. ജർമ്മൻ കാറുകൾക്കെല്ലാം ഇവിടാണ് ഹെഡ്ലൈറ്റ് കൺട്രോൾ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിയറിംഗ് വീൽ എന്ന് നോക്കാം. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വെൻഡോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്പോക്കിലായി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ്. അതുകൂടാതെ ഈ സ്റ്റിയറിംഗ് വീൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇവിടാണ് അതിനുള്ള നോബ് വരുന്നത്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗിലായി ഒരുപാട് കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. വോളിയം അപ്പ് ആൻഡ് ഡൗൺ കൺട്രോൾസ്, മ്യൂട്ട് ബട്ടൺ. സെൻട്രലായി വോക്സ്വാഗൻ്റെ ലോഗോയും കൊടുത്തിരിക്കുന്നു. ഫോൺ ആൻഡ് വോയിസ് കമാൻഡ് കൺട്രോൾസ് ആണിത്. പിന്നെ ഇവിടാണ് നമ്മൾ വൈപ്പർ കൺട്രോൾ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രൂസ് കൺട്രോളിനുള്ള ഓപ്ഷൻ അവിടെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് വെൻഡോയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്ന് നോക്കാം. റെഡ് ആൻഡ് വൈറ്റ് ആണ് ഇവിടെയും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ്. ലെഫ്റ്റ് സൈഡിലായി നമുക്ക് RPM മീറ്റർ കാണാൻ സാധിക്കും. 240 km/h ആണ് ഇതിൽ ടോപ്പ് സ്പീഡ് കാണിച്ചിരിക്കുന്നത്. അനലോഗായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വെൻഡോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെൻട്രലായി ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. അതുകൂടാതെ ലോ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ടൈം, ഡോർ ഓപ്പണിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, ട്രിപ്പ് മീറ്റർ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇതിൻ്റെ സെൻട്രലായി കാണുന്ന ആ ഒരു MID ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് സെൻട്രൽ AC വെൻറ്റ്സ് ഒന്ന് നോക്കാം. ക്രോം ഇൻസേർട്ടുകളോട് കൂടിയ AC വെൻറ്റ് ആണിത്. സ്പീഡ് അഡ്ജസ്റ്റബിൾ സെൻട്രൽ AC വെൻറ്റ്സ്. അതിലും താഴെയായി ഹസാർഡ് ലാമ്പും കൊടുത്തിരിക്കുന്നു. 6.5 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് വെൻഡോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, മിറർ ലിങ്ക്, ബ്ലൂടൂത്ത്, USB, ഓക്സ്, വോയിസ് കമാൻഡ്, റേഡിയോ, നാവിഗേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ സപ്പോർട്ടാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് കൺട്രോൾസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വോളിയം കൺട്രോൾസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ഡിസ്പ്ലേയിൽ തന്നെയാണ് റിവേഴ്സ് ക്യാമറയും വരുന്നത്. അഡാപ്റ്റീവ് ഗേറ്റ് ലൈൻസോട് കൂടിയ റിവേഴ്സ് ക്യാമറയാണ് വെൻഡോയിൽ വരുന്നത്. നല്ലൊരു ക്ലാരിറ്റിയോട് കൂടിയ റിവേഴ്സ് ക്യാമറ തന്നെയാണിത്. അതിലും താഴെയായി ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC കൊടുത്തിരിക്കുന്നു. വോക്സ്വാഗനിലൊക്കെ കണ്ടു പരിചയമുള്ള ഒരു സെയിം AC തന്നെയാണിത്. ACയിലൊന്നും വലിയ അപ്ഡേഷൻ വന്നിട്ടില്ല. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണിത്. അതിലും താഴെയായി 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ 2 ബോട്ടിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റും കൊടുത്തിരിക്കുന്നു. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വെൻഡോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ ഗിയർ നോബിലായി കൊടുത്തിരിക്കുന്നു. ഒരു ലെതർ റാപ്പിഡ് ഗിയർ നോബാണ്. ക്രോം ഇൻസേർട്ടുകളും ഗിയർ നോബിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിനെ പറ്റിയൊന്നും വോക്സ്വാഗൻ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല വെൻഡോയുടെ. നിലവിൽ 1 ലിറ്റർ TSIയിൽ വരുന്നത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ്. മാനുവൽ ഹാൻഡ് ബ്രേക്സ്, ക്രോം ടിപ്പോട് കൂടിയ മാനുവൽ ഹാൻഡ് ബ്രേക്സ് ആണ്. പിന്നെ ഒരു ആംബ്രസ്റ്റും കൊടുത്തിരിക്കുന്നു. ബീജ് കളേർഡ് ആംബ്രസ്റ്റ് ആണ്. അതിനകത്ത് ഒരു സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഗ്ലോ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. കൂടാതെ ഗ്ലോ ബോക്സിനുള്ളിലായി ഒരു ലാമ്പും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് IRVM ഒന്ന് നോക്കാം. ഇൻസൈഡ് റിയർ വ്യൂ മിറേഴ്സ്. ഓട്ടോ ഡിമ്മിങ് IRVM ആണ് വെൻഡോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുകളിലായി റീഡിംഗ് ലാംപ്സും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് പാസഞ്ചർ സൈഡ് സൺവൈസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു ഗ്ലാസ് അവൈലബിൾ ആണ്, ലൈറ്റ് അവൈലബിൾ അല്ല. ഡ്രൈവർ സൈഡ് സൺവൈസറിലും ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഫ്രണ്ടിൽ ഡ്യുവൽ എയർ ബാഗ്സ് അവൈലബിൾ ആണ്.
അതുകൂടാതെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ഡാഷ്ബോർഡ് തന്നെയാണ് വെൻഡോയിലും വരുന്നത്. ഇനി നമുക്ക് വെൻഡോയുടെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വെൻഡോ TSIയിൽ വരുന്നത് 1 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ്. ഇതൊരു 3 സിലിണ്ടർ എഞ്ചിനാണ്. 110 PS ആണ് ഇതിൻ്റെ പവർ വരുന്നത്, 110 PS. അത് കിട്ടുന്നത് 5000 to 5500 RPMൻ്റെ ഇടയിലാണ്. 175 Nm ടോർക്ക്, 175 Nm ടോർക്കും വെൻഡോ പ്രൊവൈഡ് ചെയ്യുന്നു. 1750നും 4000 RPMൻ്റെയും ഉള്ളിലാണ് ആ ഒരു ടോർക്ക് ലഭിക്കുന്നത്. നിലവിൽ 1 ലിറ്റർ എഞ്ചിൻ ഓപ്ഷനിൽ മാത്രമാണ് വെൻഡോ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഹൈലൈൻ പ്ലസ്, ട്രെൻഡ് ലൈൻ, കംഫോർട്ട് ലൈൻ എന്നീ വേരിയൻറ്റിലാണ് നിലവിൽ ഇപ്പോൾ വെൻഡോ അവൈലബിളായി വരുന്നത്. ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല. വോക്സ്വാഗൻ ഇതുവരെ ഓട്ടോമാറ്റിക്കിനെ പറ്റി അനൗൺസ് ചെയ്തിട്ടില്ല. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യൂ. താങ്ക്